മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നമ്മുടെ ലിവറാണ്. ലിവറിൽ ഉള്ള ഫാറ്റി ലിവർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം, പഞ്ചസാരയുടെ വ്യത്യസ്ത രൂപങ്ങൾ, ഇത് ശരീരത്തിന് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? ഒരു 2 ആഴ്ചത്തോളം നമ്മൾ പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള അന്നജത്തിൻ്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപഭോഗം കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിപൂർണമായി നിർത്തുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്? പലരും ഒറ്റയടിക്ക് പറയുക, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ അപകടകരമാണ്, നമുക്ക് ഒരു ഊർജ്ജം ഉണ്ടാവില്ല, നമ്മൾ തളർന്നു പോകും, വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഷുഗർ പരിപൂർണമായിട്ട് 2 ആഴ്ചത്തോളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള 7 മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്പർ 1, മധുരത്തോടുള്ള നമ്മുടെ അമിതമായ താല്പര്യം കുറയും എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് മധുരത്തോടുള്ള താല്പര്യം മധുരം നിർത്തുമ്പോൾ കുറയുന്നത്? കാരണം വളരെ സിമ്പിളാണ്. നമ്മുടെ ഷുഗർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ വർദ്ധിക്കും. ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ചില ഹോർമോണുകൾ ഇടപെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഹോർമോണുകളുടെ ഇടപെടലുകൾ കൊണ്ട് വീണ്ടും ഷുഗർ കുറയും. അപ്പോൾ ഈ ഹോർമോണൽ എഫക്റ്റ് വരുന്നത് അവിടെ ഷുഗർ വന്നതുകൊണ്ടാണ്. ആ ഷുഗറിനെ കുറക്കാനാണ് ഹോർമോൺ വരുന്നത്. അപ്പോൾ ഹോർമോൺ വരുമ്പോൾ വീണ്ടും ഷുഗർ കുറയും. ഷുഗർ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് വീണ്ടും ബോഡി ഷുഗറിനോട് ഒരു ക്രേവിങ് കാണിക്കും. അപ്പോൾ ഷുഗർ നമ്മൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് ഷുഗറിനോട് താല്പര്യം വരുന്നത്. അപ്പോൾ ഈ താല്പര്യത്തിനെ പൂർണ്ണമായിട്ടും മറികടക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അത് എത്ര ദിവസം കൊണ്ട് എന്ന് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ മെൻഷൻ ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വിശപ്പ് ഗണ്യമായിട്ട് കുറക്കാൻ വേണ്ടി കഴിയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട രൂപങ്ങളെല്ലാം കാർബോഹൈഡ്രേറ്റ്, അന്നജ രൂപത്തിലുള്ള ധാന്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെയാണ്. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മളെ പഞ്ചസാര കൊണ്ടാണ് നമുക്ക് വിശപ്പ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതാണ് അതിന്റെ സത്യാവസ്ഥ. ഈ പഞ്ചസാര ബ്ലഡിനകത്ത് കാണുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലാത്തത് കൊണ്ട് അത് പരിപൂർണമായിട്ടും ആദ്യം തന്നെ ഉപയോഗിച്ച് തീർക്കാൻ ശരീരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇത്തരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആവശ്യം വേണ്ടുന്ന വൈറ്റാമിനുകളും ധാതുക്കളും ലവണങ്ങളുടെയൊക്കെ അബ്സോർപ്ഷൻ കുറയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഷുഗർ പരിപൂർണമായിട്ട് 2 ആഴ്ചത്തേക്ക് ഒഴിവാക്കുമ്പോഴേക്കും അനാവശ്യമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ അളവ് കുറയുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജിയുടെ ഉൽപാദനം മൈറ്റോകോൺട്രിയക്കകത്ത് ധാരാളമായിട്ട് നടക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലേക്ക് ശരീരം ടോണപ്പായിട്ട് വരികയും ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കാത്തൊരു കാര്യമാണ്, റെഡ്യൂസ് ദ ഫാറ്റീഗ്, അല്ലെങ്കിൽ ക്ഷീണം പരിപൂർണമായിട്ടും കുറയും. എങ്ങനെയാണ് ഇത് കുറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഷുഗർ കൊടുക്കാതിരുന്നാണെങ്കിൽ നമ്മൾക്ക് കീറ്റോൺസിലേക്ക് നമ്മൾ മാറും, അല്ലെങ്കിൽ ഫാറ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറുകയും ഇത്തരത്തിലുള്ള കീറ്റോൺസ് എപ്പോഴും നമ്മുടെ ശരീരത്തിനകത്തുള്ള നെർവിനെ റീജുവിനേറ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുകയും അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ നാഡീ വ്യവസ്ഥയെയും പരിപോഷിപ്പിക്കാൻ വേണ്ടി സാധ്യത കൂട്ടും. അതുകൊണ്ട് തന്നെ ക്ഷീണം പോലെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ക്ഷീണങ്ങളൊക്കെ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്പർ 4 എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ അംശം, ജലാംശം വളരെ പെട്ടെന്ന് ഗണ്യമായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിന് കഴിയും. ഏറെക്കുറെ ഒരു 10% 2 ആഴ്ച നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നിങ്ങളുടെ ശരീരഭാരത്തിന്റെ 10% മുകളിലേക്കെങ്കിലും നിങ്ങൾക്ക് ഒറ്റയടിക്ക് കുറക്കാൻ വേണ്ടി കഴിയും. അതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗറിന് വെള്ളത്തിന് അബ്സോർബ് ചെയ്ത് ചേർത്ത് പിടിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നല്ല അമിതവണ്ണമുള്ള ആൾക്കാരൊക്കെ കുറച്ച് ദിവസത്തേക്ക് 2-3 ദിവസം തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ആദ്യകാലത്ത് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾ കാണും. അത് ഈ ഷുഗർ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ വെയിറ്റ് കുറക്കുക, അതേപോലെ തന്നെ ഫാറ്റ്, ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റ് കുറക്കാനും ഈ ഇത്തരത്തിലുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പഞ്ചസാര 2 ആഴ്ച കുറക്കുന്നതുകൊണ്ട് നമുക്ക് കഴിയും. 5ാമതായിട്ട് പറയുന്നത്, ഇതൊരു മൂഡ് എലിവേറ്റർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറക്കാനൊക്കെ നന്നായിട്ട് ഇത്തരത്തിലുള്ള ഷുഗർ കട്ടിങ് കൊണ്ട് കഴിയും.
എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും ഒരു ഹോർമോണൽ സൈഡ് ഉണ്ട്. ഞാൻ നേരത്തെ ആദ്യം പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ച ചില ഹോർമോണുകളുടെ ഇടപെടൽ ഗണ്യമായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ കോർട്ടിസോളിൻ്റെ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യത്യാസങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാകുകയും അതുകൊണ്ട് സ്ട്രെസ് കുറക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാഡീ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി കഴിയും. സ്ട്രെസ് ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും. ആറാമത്തെ കാര്യം, ത്വക്കിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് വരും. സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ വ്യത്യാസം വരുന്നതായിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പ്രധാനമായിട്ട് ആക്നെ പോലെയുള്ള അല്ലെങ്കിൽ മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഞാൻ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ശരീരത്തിനകത്ത് ഈ ഇത്തരത്തിലുള്ള ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്ന സമയത്ത് ആൻഡ്രോജൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ്രോജൻ എന്ന് പറയുന്ന പുരുഷ ഹോർമോണാണ്. അപ്പോൾ ആൻഡ്രോജൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ വർദ്ധിക്കുകയാണെങ്കിൽ ഇവർക്ക് ആ ആൻഡ്രോജൻ്റെ പരിണിതഫലമായിട്ട് ഇവർക്ക് ആക്നെ ഉണ്ടാകാനുള്ള ടെൻഡൻസി ശരീരത്തിൽ വർദ്ധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ കുറക്കാനും ഈ ഷുഗർ കട്ടിങ് കൊണ്ട് നമുക്ക് സാധിക്കും. ഇനി പുരുഷന്മാരിലാണെങ്കിൽ അവരുടെ ശരീരത്തിനകത്ത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോണിൽ വേരിയേഷൻ വരികയും അത് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇനി ഏഴാമതായിട്ട് പറയുന്നതാണെങ്കിൽ ലെസ് സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ സന്ധികളിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്, അല്ലെങ്കിൽ കൈയൊക്കെ രാവിലെ എഴുന്നേറ്റ് മടക്കാൻ നീർക്കെട്ടുകളൊക്കെ നന്നായിട്ട് കുറക്കാൻ വേണ്ടി കഴിയും. കാരണം കാർബോഹൈഡ്രേറ്റ് ഉള്ള സമയത്താണ് നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേറ്ററി പ്രോസസ്സുകൾ അല്ലെങ്കിൽ നീർവീഴ്ചകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ 10 മടങ്ങ് വർദ്ധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നീർവീഴ്ചകൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഗണ്യമായിട്ട് ശരീരത്തിലേക്ക് കുറയുകയും ചെയ്യും. ഇനി എത്ര ദിവസം എടുത്തിട്ടാണ് ഈ ഒരു ചേഞ്ച് നമുക്ക് കാണുക? ഇനീഷ്യലി ഞാൻ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ പലതും ആദ്യത്തെ 3 ദിവസം ചെറിയൊരു ഹൈക്ക് കാണിക്കും. കുറച്ചൊരു ഇപ്പോൾ മോക്കുരുള്ള ആളാണെങ്കിലും ആദ്യത്തെ 3 ദിവസം കുറച്ച് അധികം ഈ പ്രശ്നങ്ങൾ കാണിക്കുക, ഇൻഫ്ലമേഷൻസ് അധികമായിട്ട് കാണിക്കുക. കാരണം ഈ 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ ഷുഗറിനെ നമ്മൾ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് കഴിയുക. അപ്പോൾ ഈ പറയുന്ന 3 ദിവസമെങ്കിലും ഇനീഷ്യലി നമ്മൾ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ സമയത്ത് നമുക്ക് അല്പം ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ക്ഷീണത്തിനെ മറികടക്കാൻ വേണ്ടി പലപ്പോഴും പൊട്ടാഷ്യം റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ B12 കിട്ടാൻ വേണ്ടി ന്യൂട്രീഷണൽ ഈസ്റ്റ് പോലെയുള്ള സപ്ലിമെന്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 3 ദിവസത്തേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്ത് സംഭവിക്കും? 3 ദിവസം കഴിയുമ്പോഴേക്കും ഒന്ന് ഇൻഫ്ലമേഷൻസ് കുറയും. വാതരോഗങ്ങളായാലും അല്ലെങ്കിൽ സ്കിന്നിനെ ബന്ധപ്പെട്ടുന്ന രോഗങ്ങളായാലും ഒക്കെ കുറയും. ബ്രെയിൻ സെൽസ് നന്നായിട്ട് ആക്ടിവേറ്റഡ് ആകും. നമ്മൾ കുറച്ചും കൂടി ഊർജ്ജസ്വലരായിട്ടും കുറച്ച് നന്നായിട്ട് നമ്മുടെ കാൽക്കുലേറ്റീവ് പവറൊക്കെ കൂടുന്നതായിട്ടൊക്കെ കാണും. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നമ്മുടെ ലിവറാണ്. ലിവറിൽ ഉള്ള ഫാറ്റി ലിവർ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങി വരുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ലിവറാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവം. അപ്പോൾ പല മെറ്റബോളിക് പ്രോസസ്സിലും ലിവർ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആകെ പ്രതിരോധ ശേഷിയും അല്ലെങ്കിൽ ആകെ ആരോഗ്യമൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാം. നിങ്ങൾ മനസ്സിലാക്കിയ പോലെ മറ്റൊരു കാര്യം, നമ്മൾ പ്രമേഹം വർദ്ധിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ വർദ്ധിച്ചു വരുമ്പോൾ ആദ്യം എഫക്റ്റ് ചെയ്യുന്ന ഒരു അവയവങ്ങളിൽ പ്രധാനപ്പെട്ടത് കിഡ്നിയാണ്. അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷനും വർദ്ധിപ്പിക്കാൻ വേണ്ടി, കിഡ്നിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കും. ജനറലായിട്ട് പറയുകയാണെങ്കിൽ 2 ആഴ്ച നിങ്ങൾ ഈ കാർബോഹൈഡ്രേറ്റുകൾ പരിപൂർണമായിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. മറിച്ച് നമ്മുടെ ശരീരത്തിനകത്തുള്ള ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ഒന്നും കൂടെ വളരെ കൃത്യമായ രീതിയിൽ ശരീരത്തിനെ നടത്തിക്കൊണ്ടു പോകാനും ശരീരത്തിനെ ബാധിക്കാനിടയുള്ള ഒട്ടനവധി രോഗങ്ങളെ പ്രിവെന്റീവായിട്ട് പോകാനും നമുക്ക് സാധിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി.